ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിൽ വരുന്ന 5 ദിവസം എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുവീശാനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടിമിന്നലേറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരുവനന്തപുരത്ത് കനത്ത മഴ ലഭിച്ചിരുന്നു. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ഇടിമിന്നലും മോശം കാലാവസ്ഥയും കാരണം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള ഹൈക്കോടതി മുൻ ജഡ്ജിമാരായ ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് ഷെർസി വിയും ഉപലോകായുക്തമാരായി വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 11 മണിക്ക് നിയമസഭാ സമുച്ചയത്തിലെ ബാങ്ക്വറ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അങ്കമാലി, കുണ്ടന്നൂർ, അങ്കമാലി ബൈപ്പാസുകളുടെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. 18 വില്ലേജുകളിൽ നിന്നായി ഇനിയും ഭൂമി ഏറ്റെടുക്കാനുണ്ട്. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെയും അങ്കമാലി ബൈപ്പാസിന്റെയും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. റോജി എം. ജോൺ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കിഫ്ബി വഴി നടപ്പാക്കുന്ന അങ്കമാലി ബൈപ്പാസിന്റെ ഭൂമി ഏറ്റെടുക്കൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തീകരിച്ചിട്ടില്ലെന്നും ഭൂവുടമകൾക്ക് ഇതുവരെ പണം കൈമാറിയിട്ടില്ലെന്നും MLA ആരോപിച്ചു. ഭൂമിയുടെ വില കൈമാറി ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെ വിജ്ഞാപനം ഇറക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കുന്ന ജോലികൾ മന്ദഗതിയിലാണെന്നും MLA പറഞ്ഞു. 18 വില്ലേജുകളിൽ നിന്നായി ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കി വിജ്ഞാപനം ഇറക്കിയില്ലെങ്കിൽ പദ്ധതി നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ടാകുമെന്നും MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.